സംസ്ഥാനത്ത് ആദ്യമായി ആരംഭിച്ച ഗ്രാമവണ്ടി സർവീസ് നിർത്തി. തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ KSRTC ഗ്രാമവണ്ടി സർവീസാണ് അവസാനിപ്പിച്ചത്. കഴിഞ്ഞ LDF ഭരണസമിതിയുടെ കാലത്താണ് സ്ത്രീകൾക്കുൾപ്പെടെ സൗജന്യ യാത്രയൊരുക്കി ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചത്. അതേസമയം ഗ്രാമവണ്ടി സർവീസ് നിർത്തിവെച്ചതിന് പിന്നിൽ സങ്കുചിത രാഷ്ട്രീയമാണെന്ന് ഇടതുപക്ഷം ആരോപിച്ചു. അക്ബർ അക്കാദമി, a division of Akbar Edu World LLP. വനിതകൾക്കും കുട്ടികൾക്കും സംസ്ഥാനത്ത് ആദ്യമായി സൗജന്യയാത്ര ഏർപ്പെടുത്തിയ തൃപ്രങ്ങോട് പഞ്ചായത്തിലെ ഗ്രാമവണ്ടിയുടെ സർവീസ് അവസാനിപ്പിച്ചു. വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന പഞ്ചായത്ത് ബോർഡ് യോഗം പദ്ധതി നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. 2025 ഫെബ്രുവരി 22-നാണ് ബസ് ഓടി തുടങ്ങിയത്. ബജറ്റിൽ 10 ലക്ഷം രൂപ വകയിരുത്തി തുടങ്ങിയ പദ്ധതിക്ക് KSRTC ബസ് വിട്ടു നൽകുകയായിരുന്നു. കയറുന്ന പുരുഷന്മാർ ടിക്കറ്റ് എടുത്തപ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ടിക്കറ്റ് തുക പഞ്ചായത്ത് KSRTCക്ക് നൽകുകയാണ് ചെയ്തിരുന്നത്. നിലവിലെ പ്രിയദർശിനി പദ്ധതിയുടെ ആദ്യ രൂപമായിരുന്നു ഗ്രാമവണ്ടി. ഇന്ധന ചെലവ് കൂടാതെ ദിവസവും 4500 രൂപയാണ് പഞ്ചായത്ത് നൽകിയിരുന്നത്. എന്നാൽ സർക്കാർ പ്രിയദർശിനി സർവീസ് ആരംഭിച്ചത് കണക്കിലെടുത്ത് ഇതുവരെ നൽകിയിരുന്ന തുക ഇനി നൽകാനാവില്ലെന്ന് പഞ്ചായത്ത് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറെ അറിയിച്ചു. ഇത് മൊത്തം കളക്ഷനെ ബാധിക്കുമെന്നതിനാൽ ട്രാൻസ്പോർട്ട് ഓഫീസർ തുക അനുവദിക്കണമെന്ന് തിരികെ കത്തയച്ചു. ഇതോടെ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ബോർഡ് സർവീസ് അവസാനിപ്പിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. മാസം 1.6 ലക്ഷം രൂപയോളം പദ്ധതിക്കായി ചെലവിടേണ്ട സ്ഥിതിയാണെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. എന്നാൽ സൗജന്യ യാത്ര ആയിട്ട് പോലും യാത്രക്കാരുടെ എണ്ണത്തിൽ ആനുപാതികമായ വർധനവില്ല. കൂടാതെ പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതി അനുമതി ലഭിച്ചിട്ടില്ലെന്നും ഭരണസമിതി ചൂണ്ടിക്കാട്ടുന്നു. വിഷയം പഠിക്കുന്നതിന് ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്. അതേസമയം ഗ്രാമവണ്ടി നിർത്തിവെക്കുന്നതിനെതിരെ പ്രതിപക്ഷാംഗങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. യാതൊരു കാരണവുമില്ലാതെയാണ് സർവീസ് നിർത്തലാക്കുന്നതെന്നാണ് LDF അംഗങ്ങൾ പറയുന്നത്. തങ്ങളുടെ വിയോജനക്കുറിപ്പോടെയാണ് UDF ഭരണസമിതി യോഗത്തിൽ തീരുമാനമെടുത്തതെന്ന് പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഇടതുപക്ഷ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ യാത്ര ഒരുക്കി കേരളത്തിലെ ആദ്യത്തെ പദ്ധതിയായിരുന്നു ഗ്രാമവണ്ടി സർവീസ്. അത് ഇപ്പോൾ പുതുതായി ഭരണത്തിലേറിയിട്ടുള്ള UDFൻ്റെ ഭരണസമിതി നിർത്തലാക്കി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിർത്തലാക്കിയെന്നുള്ള കൃത്യമായ ഉത്തരം നൽകാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അവർ പറയുന്നത് പഞ്ചായത്തിന് വലിയ നഷ്ടമാണ് ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ്. ഗ്രാമവണ്ടി സർവീസ് നടത്തിയിരുന്നത് ഈ ഉൾപ്രദേശങ്ങളിലൂടെ മുഴുവനാണ്. വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുക, സ്ത്രീകളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുക, ഇതായിരുന്നു ഉദ്ദേശം. അപ്പം ഞങ്ങൾ ഇത്തരമൊരു തീരുമാനത്തിന് എതിരാണ്. അതായത് ഈ ഗ്രാമവണ്ടി നിർത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് എതിരാണ്. സങ്കുചിത രാഷ്ട്രീയമാണ് ഇതിന് പിന്നിലെന്നും ഇടതുപക്ഷം കൊണ്ടുവന്ന പദ്ധതി UDF നിലനിർത്തരുതെന്ന പിടിവാശിയാണ് ഇതിന് പിന്നിലെന്നും ഇടതംഗം P. മുനീർ പറഞ്ഞു. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് സങ്കുചിത രാഷ്ട്രീയമാണ്. അതായത് ഇടതുപക്ഷം കൊണ്ടുവന്നൊരു പദ്ധതി അത് UDFൻ്റെ കാലത്ത് നിലനിൽക്കരുത് എന്ന കൃത്യമായ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരമൊരു തീരുമാനം ഈ ഭരണസമിതി കൈക്കൊണ്ടിട്ടുള്ളത്. ആ തീരുമാനം പിൻവലിക്കാൻ ഈ ഭരണസമിതി തയ്യാറാണ്.